നിർത്തുകയാണ്. കുറേ ചോദ്യങ്ങളുണ്ട്. ഷുഗറിൻ്റെ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. പ്രഷർ ഞാനിപ്പോൾ എന്താ പറഞ്ഞ് പതിക്കിട്ടത്? യൂറിക് ആസിഡിൻ്റെ പ്രശ്നം അതാണ്. ഈ മസാല കൂടിയ ഫുഡ് നിങ്ങളൊന്ന് നിയന്ത്രിച്ച് ഈ പറഞ്ഞ രാവിലെ ബാർലിയുടെ ഉൽപ്പന്നവും രാത്രി ചുരങ്ക കൊണ്ടുള്ള കറി വല്ലതും കഴിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു 40% അതുകൊണ്ട് മാത്രം പോയി കിട്ടും. പിന്നെ അതോടുകൂടി യൂറിക് ആസിഡിൻ്റെ പ്രശ്നത്തിന് നല്ലൊരു പരിഹാരം ഹിജാമയാണ്. അത് ചെയ്യാൻ കഴിയുന്ന അത്രയും പ്രഗത്ഭനം 5 മിനിറ്റ് കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെടും. ഹിജാമ ചെയ്യാൻ അറിയുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രോത്സാഹിപ്പിച്ച ഒരു പ്രത്യേക ചികിത്സാ രീതിയാണ് കപ്പിംഗ് തെറാപ്പി, ഹിജാമ. പക്ഷേ ഇന്നിപ്പോൾ അതിപ്പോൾ ഒരു ബിസിനസ് തന്നെയായി മാറി. നമ്മളൊക്കെ പഠിക്കുമ്പോൾ നമ്മളോട് ഗുരുനാഥന്മാർ പറഞ്ഞത് പൈസ കൊടുത്ത് ഇത് ഹിജാമ ചെയ്യാൻ പാടില്ല, പൈസ വാങ്ങരുത് എന്നാണ്. ഞാനിപ്പോൾ നിങ്ങളിൽ ഒരാൾക്ക് ഹിജാമ ചെയ്തു തരുമ്പോൾ അതിന് കൂലി വാങ്ങരുത് എന്നാണ്. അത്രയും. പക്ഷേ ഇന്നിപ്പം അതൊരു എന്താ പറയുക, എന്തോ ആയിക്കോട്ടെ, അവർ ചിലപ്പോൾ അവർക്ക് റൂമിന് വാടക കൊടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ അക്യുപ്മെൻറ്റ്സ് ടൂൾസ് വാങ്ങാനുള്ള പൈസ വാങ്ങായിരിക്കും എന്തോ. ഞാനിപ്പോൾ അതങ്ങനെ പറഞ്ഞു എന്ന് കരുതി അവരെ നിങ്ങളാരും ആക്ഷേപിക്കരുത്. അതിൻ്റെ സുന്നത്തായ രീതി അങ്ങനെയാണ്. അപ്പോൾ ഹിജാമ നല്ല ട്രീറ്റ്മെൻറ്റാണ്. ഈ ഏതിന് യൂറിക് ആസിഡിന് നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ്. അവർ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ഭക്ഷണത്തിൽ മസാലകൾ കൂടുതലാവരുത്, മാംസം കൊഴുപ്പ് കൂടുതലുള്ള മൂരിയിറച്ചി പോത്തിയിറച്ചി കൂടുതൽ കഴിക്കരുത്. അതുപോലെ പൈനാപ്പിൾ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട്, തക്കാളി കൂടുതലുള്ള കറി ബുദ്ധിമുട്ടാക്കാൻ സാധ്യതയുണ്ട്. ഉൾപ്പെടുത്തേണ്ടത് വെള്ളം, ഞാനത് പറഞ്ഞു, 2.5 ലിറ്ററെങ്കിലും വെള്ളം ഒരു ദിവസം കുടിക്കണം. കാലിവയർ നമ്മൾ നേരത്തെ തന്നെ അതിന് ഒഴിവാക്കിയില്ലേ. കാലിവയർ എന്നൊരു വിഷയം നമ്മളിൽ വരുന്നില്ല. കാലിവയറിൽ കുടിച്ചൂടെ എന്ന് ചോദിച്ചാൽ കുടിക്കാം. ചെറിയൊരു തകരാറ് പിന്നീട് മെല്ലെ മെല്ലെ നിങ്ങൾക്ക് വരും. അതായത് സെറിബ്രം പോലത്തെ തലച്ചോറിൻ്റെ പിറക് വശത്തിന് ശക്തി കുറഞ്ഞു വന്ന് ലാക്ക് ഓഫ് മെമ്മറി, പിന്നെ അവസാനം പാർക്കിൻസൺസ് വരെ വരാം, അൾഷിമേഴ്സ് വരെ വരാം. സ്ഥിരം രാവിലെ പച്ചവെള്ളം കുടിച്ച ആൾക്ക് അൾഷിമേഴ്സ് വരെ വരാം. എന്നാൽ കുടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ കുടിക്കാൻ പറ്റും. ഇതുപോലെ പാൽച്ചായ കുടിച്ചാൽ ആകെ കിട്ടുന്ന ഗുണം മോണക്ക് ശക്തി കിട്ടുന്ന മാത്രമാണ്. ചായയിൽ പാലൊഴിച്ച് കുടിച്ചാൽ കിട്ടുന്ന ആകെയുള്ള ഗുണം മോണക്ക് ശക്തി കിട്ടും എന്നത് മാത്രമാണ്. അത് ചായ എന്ന് പറഞ്ഞാൽ കട്ടൻ ചായയാണ്, നല്ല സാധനമാണ്. കൊഴുപ്പിനെ നിയന്ത്രിക്കാനും മറ്റു പല നിലയിലും ഗുണമുള്ള സാധനമാണ് കട്ടൻ ചായ. കഴിക്കാം, ആപ്പിൾ കഴിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ പുളി രുചിയുള്ള ആപ്പിൾ മധുരമുള്ളതുണ്ട്, പുളിയുള്ളതുണ്ട്. ആ പുളിയുണ്ട്, അത് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? അതിന് പ്രശ്നമൊന്നുമില്ല. അതാണ് വേവിച്ചത് ആദ്യം, വേവിക്കാത്തത് മുന്നേ കഴിക്കുക. വയറിൻ്റെ ഓർഡർ അങ്ങനെയാണ്. ഇലകൾ നല്ലതാണ്. റസൂലുള്ളാഹിക്ക് ചീരകൾ 5 ഇനം ചീരകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ഇലക്കറികളെ കുറിച്ച് പറയുന്നുണ്ട്. എന്ത് ഇലയാണെങ്കിലും വേവിച്ച ഭക്ഷണവും വേവിക്കാത്ത ഭക്ഷണവും ഒന്നിച്ച് പറ്റൂല. കാരണം വയറിന് അതിനെ സ്വീകരിക്കാൻ പറ്റില്ല. വേവിക്കാത്തത് മുന്നേ കഴിക്കണം, വെന്തത് പിന്നെ കഴിക്കണം നമ്മൾ പറഞ്ഞു. പഴം ആദ്യം കഴിക്കണം, പിന്നെ ഭക്ഷണം കഴിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. പഴത്തിൽ തന്നെ പുളിയും മധുരവും ഒന്നിച്ച് പാടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾക്ക് തിബ്ബുൻ നബവിയിൽ വിശദീകരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് വിശാലമായി പറയേണ്ടതാണ്. പ്രഷർ എന്തുകൊണ്ട് രൂപപ്പെടുന്നു? ഇപ്പോൾ നമ്മൾ അമിതമായ സംസാരം, രാത്രി ഉറക്കൊഴിയൽ, കൂടുതൽ നിന്ന് ജോലി ചെയ്യൽ, പിന്നെ അമിത ജോലി, പിന്നെ എപ്പോഴും നിരാശകൾ കൊണ്ട് നടക്കൽ, പക ഉള്ള മനസ്സ്, ആരെങ്കിലും പക വീട്ടണമെന്ന് കൊണ്ട് നടക്കുന്ന മനസ്സ്, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പ്രഷർ ഡിസോർഡർ ആവും. ഒറ്റ കാരണമൊന്നുമല്ല. രാത്രി സ്ഥിരമായ ഉറക്കൊഴിയുക, ഇശായിന് ശേഷം ഭൗതികമായ കാര്യങ്ങൾ സംസാരിക്കുക, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിക്കുക, ഒക്കെ കൊണ്ടും പ്രഷർ വരും. മൗത്തിൻ്റെ നേരത്ത് മാത്രമല്ല നാവിന് പടയിൽ വരികയെന്ന്. ബാങ്ക് കൊടുക്കുന്ന നേരത്ത് ശ്രദ്ധിച്ച് കേൾക്കാൻ പറയുന്നത്, ജനിച്ച ഉടനെ കുഞ്ഞിന് ബാങ്ക് കേൾപ്പിക്കാനൊക്കെ പറയുന്നത് ഈ നരമ്പിൻ്റെ രക്തസമ്മർദ്ദത്തെ കൺട്രോൾ ചെയ്യാനാണ്, ബോഡി ബാലൻസിങ്ങിനാണ്, ശരീരത്തിനെ ബാലൻസ് ചെയ്ത് നിർത്താനാണ്. ഇപ്പം നമുക്ക് സത്യത്തിൽ പ്രഷറിൻ്റെ കംപ്ലയിൻ്റ് ഉള്ളവരൊക്കെ ശരിക്കും ബാങ്ക് മാത്രം ശ്രദ്ധിച്ചാൽ തന്നെ പ്രഷർ നോർമലാക്കാൻ പറ്റും. മുരിങ്ങയുടെ ഇല ഉച്ചക്ക് കഴിക്കുന്നവർക്ക് പ്രഷർ എപ്പോഴും നോർമലായി കിട്ടും. മുരിങ്ങയില ഇവിടെ കിട്ടൂലെന്ന് തോന്നുന്നു അല്ലേ? കിട്ടുമോ? ആ, ഓക്കെ. മുരിങ്ങയില സ്ഥിരമായി ഉച്ചക്ക് കഴിക്കുന്നവർക്ക് പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റും, നന്നായി കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ മഞ്ഞൾ ചേർത്ത പാല് കുടിക്കുന്നവർക്കും പ്രഷർ ഒരു പരിധി വരെ ഓർഡറായി വരും. പിന്നെ നല്ല എന്താണ് പറയുക, ഇതില്ലേ ഷായ് അഹ്ലർ, മറ്റേ എന്താണ് ഗ്രീൻ ടീ, അത് 1/4 ഗ്ലാസ് ഗ്രീൻ ടീയിൽ അസിലി നല്ല കരിഞ്ജീരകത്തിൻ്റെ എണ്ണ 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് രാവിലെയും മഗ്രിബ് നിസ്കാരം കഴിഞ്ഞുകൊണ്ടേയും കുടിക്കുന്നവർക്ക് പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗർ 3ലും ഗുണം ചെയ്യും. അതായത് ഗ്രീൻ ടീ 1/4 ഗ്ലാസ് മതി. അതിൽ 1/2 ടീസ്പൂൺ ബ്ലാക്ക് സീഡ് ഓയിൽ, കരിഞ്ജീരകത്തിൻ്റെ എണ്ണ ചേർത്ത് കഴിക്കുന്നവർക്ക് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. ബട്ട് എനിക്കിതിന് പൂർണ്ണമായും ഒരു മറുപടി ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം പ്രഷർ, ഷുഗർ കൺട്രോൾ എന്ന് പറഞ്ഞാൽ പലരെയും പല രൂപത്തിൽ പ്രയാസമാക്കുന്ന രോഗമാണ്. ഇതിന് ഭക്ഷണം ശ്രദ്ധിക്കാനുണ്ട്, ചിന്ത ശ്രദ്ധിക്കാനുണ്ട്, പ്രാർത്ഥന ശ്രദ്ധിക്കാനുണ്ട്, രാവിലെ ഉറങ്ങി എണീക്കുന്ന സമയം ശ്രദ്ധിക്കാനുണ്ട്, പല കാര്യങ്ങളും ഈ 3 വിഷയത്തിലും ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ കൊളസ്ട്രോൾ രോഗമാണെന്ന് ചുമ്മാ പേടിച്ച് നടക്കൊന്നും വേണ്ട.
പറഞ്ഞുണ്ടാക്കണം. നിങ്ങൾ ഏത് വിദഗ്ധനായ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയാലും ഞാനിത് വിഷയം സംസാരിക്കും. നിങ്ങളടുത്ത് വെറുതെ പറഞ്ഞ് പൊട്ടത്തരുണ്ടാക്കാണെന്ന് തോന്നിപ്പോണ്ട. കുറച്ച് ഞാൻ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ കൊളസ്ട്രോളിൻ്റെ പ്രശ്നം അതിൽ ഇതേ ശ്രദ്ധിക്കേണ്ടത്. സലാഡ് രാവിലെ എല്ലാ ഭക്ഷണത്തിൻ്റെ മുമ്പ് ഒരു പ്ലേറ്റ് സലാഡ് കഴിക്കുക. ഒന്ന് ഓഫാക്കി സലാഡ് കഴിച്ചാൽ മതി. ഷുഗറിൽ ഞാനൊരു പ്രധാന വിഷയം മാത്രം പറഞ്ഞുതരാം. വയറിൽ നമ്മുടെ വയറിൻ്റെ ഒരു കാര്യം ഖുർആനിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞുതരാം. ഈ രണ്ട് കൈയും താഴെ വയറിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് മനസ്സിലാക്കണം. ഡോക്ടർ നസീമാബാദി ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ പ്രബന്ധമായി അവതരിപ്പിച്ചതിൽ വരെ എഴുതി വെച്ച കാര്യമാണ് പറഞ്ഞത്. ഈ രണ്ട് കഴിയും നമ്മുടെ അടിവയർ പൊക്കിളിനോട് ചേർന്നിട്ട് നാഭി വരെയുള്ള ഭാഗത്ത് കൈവച്ചിട്ട് വിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥന റബ്ബനാ ളലംനാ അൻഫുസനാ ഫഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന പ്രാർത്ഥന 40 തവണ ഒരു ദിവസം നിർവഹിക്കാൻ കഴിയുന്നവർക്ക് സെൽഫ് ഇൻസുലിൻ പ്രൊഡക്റ്റിന് കഴിവുണ്ടായിത്തീരും, തിരിച്ചു വരും. ഭയങ്കര അത്ഭുതമാണത്. എന്നതുപോലെ സ്വസ്ഥമായിട്ട് നല്ല വായു സഞ്ചാരമുള്ള സ്ഥലത്ത് നന്നായി ബ്രീത്തിങ് ചെയ്തവർക്ക് എൻവിയോൺമെൻ്റൽ അമിനോ ആസിഡ്, ഷുഗർ രോഗികൾക്ക് ഏറ്റവും ആവശ്യമുള്ള അമിനോ ആസിഡുകളിൽ ഏറ്റവും ഗുണമുള്ളതാണ് എൻവിയോൺമെൻ്റൽ അമിനോ ആസിഡ്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അമിനോ ആസിഡുകൾ, ഭക്ഷണത്തിൽ നിന്ന് അമിനോ ആസിഡ് കിട്ടുന്നുണ്ട്. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നന്നായി ബ്രീത്തിങ് ചെയ്യുക, നല്ല പച്ചപ്പുള്ള സ്ഥലത്ത് പോയിട്ട്. ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യുക. കുന്ന് കയറി ഇറങ്ങുക. ഡെയിലി എല്ലാ ദിവസവും ഒരേ സമയത്ത് കുന്ന് കയറി ഇറങ്ങുക. ഇവിടെ കുന്ന് കിട്ടൂല, സ്റ്റെപ്പ് കയറി ഇറങ്ങിയാൽ മതി. ചില പഴയ ബിൽഡിങ്ങിനൊക്കെ എത്രയോ സ്റ്റെപ്പ്. പക്ഷെ എല്ലാ ദിവസവും ഒരേ സമയം ചെയ്യണം, എല്ലാ ദിവസവും ഒരേ സമയം ചെയ്യണം, ഒരേ ടൈമിൽ ചെയ്യണം. ഇപ്പോൾ 10 മിനിറ്റ് ആണെങ്കിൽ എല്ലാ ദിവസവും 10 മിനിറ്റ്. ഷുഗർ രോഗികൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ടൈം, അളവ്, ഇത് രണ്ടും എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എല്ലാ ദിവസവും 100 ഗ്രാമാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും 100 തന്നെ. എല്ലാ ദിവസവും 10 മിനിറ്റാണ് നടക്കുന്നത്, 10 മിനിറ്റ് തന്നെ. പിന്നെ പകൽ ഉറങ്ങുന്നവർക്ക് ഷുഗർ കൺട്രോൾ ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കൈലൂലത്തിൻ്റെ സമയത്ത് ഉറങ്ങാം, അത് തഹജ്ജുദ് നിസ്കരിച്ചവർക്ക്. നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ രാത്രി ഡ്യൂട്ടിയാണ്, ഞാനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്കും മറുപടിയൊന്നുമില്ല. ഞാൻ എന്താ പറയുക, രാത്രി എനിക്ക് ഡ്യൂട്ടിയാണ്, പകല ഉറങ്ങാൻ കിട്ടുന്ന സമയം ഞാൻ എന്തായാലും മറുപടി പറയാം. കമ്പനിൻ്റെ മുതലാളിനൊന്ന് കാണിച്ചേരിന്ന് പറയേണ്ടി വരും, വേറെ കുഴപ്പമൊന്നുമില്ല. ഏതായാലും പകൽ ഉറങ്ങാൻ പറ്റുന്ന സമയം തഹജ്ജുദ് നിസ്കരിച്ചവർക്ക് കൈലൂലത്തിൻ്റെ സമയമാണ്. നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. പകൽ ഉറങ്ങുന്നവർക്ക് ഈ പാങ്ക്രിയാസിൻ്റെ സെല്ലുകൾ കൂടുതൽ ഡെഡാവും, ഷുഗറിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കും. ഓക്കെ, ശ്രദ്ധിച്ചാൽ മതി. ഏതായാലും ഇത് വളരെ പ്രധാനമാണ് കേട്ടോ. ഈ റബ്ബനാ ളലംനാ അൻഫുസനാ ഫഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ തീർച്ചയായും അതിൻ്റെ ഫലം നിങ്ങൾക്ക് കണ്ടെത്തിക്കാൻ പറ്റും. അതോടൊപ്പം ഞാൻ പറഞ്ഞ ഷായ് അഹ്ലറിൽ ഗ്രീൻ ടീയിൽ 1/4 ടീസ്പൂൺ കരിഞ്ജീരകത്തിൻ്റെ എണ്ണ ആഡ് ചെയ്ത് രാവിലെയും രാത്രിയും കഴിക്കുക. പിന്നെ ബേക്കിംഗ് ഫുഡുകൾ ഒഴിവാക്കുക, വലിയ മീൻ ഒഴിവാക്കുക, ഇങ്ങനെയുള്ള കാര്യം. കപ്പ, പിന്നെ എപ്പോഴും മാങ്ങ കഴിക്കണതൊക്കെ ഒഴിവാക്കുക. പപ്പായ നല്ലതാണ്, പഴുത്ത പേരക്ക നല്ലതാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിട്ടയിലേക്ക് വന്നാൽ നല്ല രൂപത്തിൽ ഷുഗർ രോഗികൾക്ക് ആശ്വാസം കിട്ടും. അള്ളാഹു എളുപ്പത്തിൽ ശിഫ പ്രദാനം ചെയ്യട്ടെ. പിന്നെ ഹിജാമ ഫലപ്രദമാണെന്ന് വെച്ചാൽ തീർച്ചയായും ഫലപ്രദമാണ്. അറിയാവുന്നവർ ചെയ്താൽ തീർച്ചയായും ഫലപ്രദമാണ്. ചെയ്യുന്നവർ സുബിഹ് ഖളാ ആക്കാൻ പാടില്ല എന്നൊക്കെ ഷർത്തുണ്ട്. അങ്ങനെ ഒരുപാട് ചിട്ടകളൊക്കെ പാലിച്ച ഒരാൾ ചെയ്യുന്ന ഹിജാമക്ക് നല്ല ഫലമുണ്ട്. പ്രത്യേകിച്ചും ചെവിയുടെ താഴെ അഹ്ദഈൻ എന്നാണ് കിതാബുകളിൽ കാണുന്നത്. ഇത് സുന്നത്താണ്, വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ് ഈ ഭാഗം. ഇവിടെയും വലത്തെ കൈയിൻ്റെ ഈ ഇവിടെ എന്താ പറയുക, ചട്ടുകം പോലത്തെ ഈ സാധനമില്ലേ, അതിനോട് ചേർന്ന നട്ടലിൻ്റെ ഭാഗത്ത് ഒരു കപ്പ്, ഇവിടെ 2 സ്ഥലത്ത് കപ്പ് വെച്ച് ഒരു 6 മാസത്തിലൊരിക്കലോ 4 മാസത്തിലൊരിക്കലോ ഹിജാമ ചെയ്യുന്നത് വലിയ ഗുണങ്ങൾ ഉണ്ടാക്കി തീർക്കും. അത്രയല്ലേ ഇപ്പോൾ അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. പിന്നെ ഹൃദ്രോഗത്തെ എങ്ങനെ തടയാൻ പറ്റും? നല്ല ചോദ്യമാണ്, കുറേ നേരം ഉത്തരം പറയേണ്ട ചോദ്യമാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിന് പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. രാവിലെ എഴുന്നേൽക്കുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നതുപോലെ പിന്നെ എന്താണ്, ഖുർആനികമായി പറഞ്ഞാൽ അലം നശ്റഹ് സൂറത്ത് മഗ്രിബിന് ശേഷം ഓതുന്നത് ഹൃദയത്തെ ശക്തിയുള്ളതാക്കി തീർക്കും. രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് വത്തീനി വസ്സൈത്തൂൻ വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ എന്ന സൂറത്ത് ഒരു തവണ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ്, വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് എവിടെയാണെങ്കിലും, നിങ്ങൾ റൂമിലല്ലേ, റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു തവണ സൂറത്തു തീൻ ഓതുന്നത് പിറ്റേ ദിവസം ആ നേരം വരെ ഒരു രോഗവും വരാതെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പിരിച്വൽ വാക്സിനേഷനാണ്. ആത്മീയമായ ഒരു തരം കുത്തിവെപ്പാണ്. ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം, അങ്ങനെ സംരക്ഷിക്കാൻ പറ്റും. അതുപോലെ പിന്നെന്താണ്, ഞാൻ പറഞ്ഞു ഹൃദയത്തെ സംരക്ഷിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ പറഞ്ഞു. അജുവ പറഞ്ഞു, ഈത്തപ്പഴം പറഞ്ഞു, നേന്ത്രപ്പഴം പറഞ്ഞു, പാല് പറഞ്ഞു. ഇതൊക്കെ ഹൃദയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. ധാന്യങ്ങൾ, ഇലക്കറികൾ, ചെറിയ മത്സ്യത്തിൻ്റെ മുള്ളുകൾ. ചെറിയ മത്സ്യത്തിൻ്റെ മുള്ള് സമയം കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ വിശദീകരിക്കാത്തത്. പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ അപ്പോൾ പറയാം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഹൃദയത്തെ ശക്തിപ്പെടുത്താൻ പറ്റും. ഏറ്റവും പ്രധാനം ആരോടും വെറുപ്പില്ലാത്ത ഹൃദയം.
ഏറ്റവും പവർഫുൾ ഹൃദയമായിരിക്കും. ലോകത്ത് ഏറ്റവും ശക്തിയുള്ള ഹൃദയം ആരതാണെന്ന് കണ്ടെത്താൻ വേണ്ടി യൂറോപ്യന്മാർ നടത്തിയ പഠനത്തിൽ അവർ അവസാനം എഴുതി വെച്ച പേര് മുഹമ്മദുർ റസൂലുള്ളാഹി. അതിൻ്റെ കാരണം പറഞ്ഞത് ഫോർഗീവ് മൈൻഡ്, വിട്ടുവീഴ്ച മനസ്സ്, ആരോട് പകയില്ലാത്ത മനസ്സ്. അള്ളാഹു നമുക്കത് പ്രദാനം ചെയ്യട്ടെ. പിന്നെ സന്താന ഭാഗ്യത്തിൻ്റെ ഞാൻ എല്ലാം ഷോർട്ടാക്കിയിട്ടാണ് പറയുന്നത്, ഒന്നും തോന്നരുത്, സമയം ഒരുപാടായി. സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയുള്ള ചികിത്സ, അൽഹംദുലില്ലാഹ് അള്ളാഹു എല്ലാവർക്കും ഒരുപാട് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കട്ടെ. ഒരുപാട് കാരണങ്ങൾ ഉള്ള ഒരു വിഷയം തന്നെയാണ്. ഇന്ന് വർദ്ധിച്ചു വരുന്നൊരു പ്രശ്നമാണ് ടൈറ്റ് പാൻറ് ഇടുക, ഇറങ്ങിയ ഷഡ്ഡി ഇടുക, എപ്പോഴും ബ്രോയിലർ ചിക്കൻ കഴിക്കുക, 7up കൊക്കക്കോള മിറണ്ട. ഇന്ത്യയിലെ ഒരു യൂണിവേഴ്സിറ്റി, പേര് ഞാൻ പറയില്ല, അതും ഒരു വേറെ വിഷയമെന്ന് വെച്ചിട്ടാണ്, എനിക്ക് പേടിച്ചിട്ടല്ല, ഒരു യൂണിവേഴ്സിറ്റിയുടെ മുഖം കെടുത്തണം വെച്ചിട്ടാണ്. അവിടെ വ്യാപകമായി പെൺകുട്ടികൾ പെപ്സിയും കൊക്കക്കോളയും കുടിക്കുന്നത് കണ്ടപ്പോൾ അതിനെപ്പറ്റി അന്വേഷണം നടത്തി അവർ ഗർഭധാരണം തടയാൻ വേണ്ടിയിട്ട് അത് കുടിക്കുന്നതെന്ന് കണ്ടെത്തി. ഗർഭധാരണം തടയാൻ വേണ്ടിയിട്ട്, പ്രഗ്നൻസിയെ തടയും, ആണുങ്ങളിലെ ബീജത്തിൻ്റെ ക്വാളിറ്റി കുറക്കും. ഇവിടെ ഇപ്പോൾ ഇന്നിപ്പോൾ ആരോ ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ നമുക്ക് തന്നെ അല്ലേ പെപ്സിക്ക് വില കൂട്ടുമെന്ന് പറഞ്ഞല്ലേ, ഞാൻ ഉള്ളുകൊണ്ട് സന്തോഷിച്ചു, എന്നിട്ടെങ്കിലും ഒരാൾ കുടിക്കാണെന്ന് അത്രേ ആയില്ലേ എന്നുള്ളത് മനസ്സിലായില്ലേ. പെപ്സിയൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എനിക്കറിയില്ല, ഒഴിച്ചു നോക്കി ചട്ടിയിൽ ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചാൽ അതെന്താണെന്ന് മനസ്സിലാവും, അത്രേ ചെയ്യണ്ടു. കുറച്ച് അങ്ങനെ ചട്ടിയിൽ ഒഴിക്കുക, പാത്രത്തിൽ ഒഴിക്കുക, അടുപ്പത്ത് വെച്ച് ചൂടാക്കുക, എന്നിട്ട് അവസാനം കിട്ടുന്ന കണ്ടൻറ്റ് എന്താണെന്ന് നോക്കുക. വീട്ടിലെവിടെയെങ്കിലും ഓൾസൊക്കെ ഉണ്ടെങ്കിൽ അത് അടക്കാൻ ഫസ്റ്റാണ്, എലിൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല റൂമിൽ. അത്രയും മാരകമായ സാധനം, അത്രയും ബിസ്ഫിനോൾ, മാരകമായ ബിസ്ഫിനോൾ പോലത്തെ വിഷം ഉണ്ടായില്ല. അല്ലാഹു അലം, എനിക്കറിയില്ല, നിങ്ങൾ ശ്രദ്ധിച്ചോളി. ഓക്കെ, അത് തടസ്സം. അപ്പോൾ സന്താന സൗഭാഗ്യത്തെ എനിക്ക് എളുപ്പത്തിൽ പറഞ്ഞു തരാൻ പറ്റുന്നൊരു കാര്യം, ഒന്ന് പിന്നെ അവർ ഭക്ഷണം, ചൂട് ശരീരത്തിന് കൂട്ടുന്ന ഭക്ഷണം. പിന്നെ എന്താ കാരണം എന്ന് പറയണം, ഇതിൽ ബീജത്തിന് ഇത് അങ്ങനെ ഉണ്ടല്ലോ, കോസ് ഓഫ് ഡിസീസ് കിട്ടണമല്ലോ, സെമൻ കൗണ്ട് കുറവാണോ, മോർട്ടിലിറ്റി കുറവാണോ, ബോഡി ഹീറ്റാണോ, ഇനി ഒന്നും കാരണമില്ല, രണ്ടുപേർക്കും പ്രശ്നങ്ങളൊന്നും ഇല്ല, വ്യത്യസ്ത രീതിയിലാണ് കാരണങ്ങൾ പറയുന്നത്. പക്ഷേ തിബ്ബുൻ നബവിയിലെ ഔഷധത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലെ ലോകപ്രശസ്തനായ ഏഷ്യയിലെ തന്നെ ISO അംഗീകാരമുള്ള അഷ്റഫ് ഡോക്ടർ തിബ്ബുൻ നബവിയിലെ മരുന്നിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിബ്ബുൻ നബവിയിലെ മരുന്നിന് വളരെ ഷോർട്ട് ടൈം കൊണ്ട് കുഞ്ഞുങ്ങളുണ്ടാവും, പക്ഷേ മറ്റു കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഏതായാലും ചോദ്യകർത്താവിന് വേണ്ടി എനിക്ക് എളുപ്പത്തിൽ പറഞ്ഞുതരാൻ പറ്റുന്നൊരു കാര്യം, ഫാത്തിഹ വർദ്ധിപ്പിക്കുക, സ്ത്രീ ആണെങ്കിൽ സൂറത്ത് മറിയം വർദ്ധിപ്പിക്കുക, രണ്ടു കൂട്ടരും സൂറത്തുൽ അലക്ക് വർദ്ധിപ്പിക്കുക. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലക്ക് എന്ന സൂറത്ത് കണ്ടമാനം ഓതുക, എണ്ണമൊന്നുമില്ല. ഈ ഓത്തിൻ്റെ ഒരു പ്രകാശ ഗുണം കൊണ്ട് ശരീരത്തിൽ എവിടെയാണ്, ഏത് ഓർഗണിനാണോ പ്രശ്നമുള്ളത്, ആ ഓർഗൻസിൻ്റെ പ്രശ്നം ഖുർആൻ്റെ നൂറാനിയത്ത് കൊണ്ട് ശിഫയാവുകയും അങ്ങനെ കുഞ്ഞുങ്ങളാവുകയും ചെയ്യും, തീർച്ചയായും ആവും. പിന്നെ തേൻ, നല്ല സ്വതിറിൻ്റെ ഒക്കെ യമനിൽ നിന്നൊക്കെ കിട്ടുന്ന തേന് സന്താന സൗഭാഗ്യം നൽകാൻ മാത്രമുള്ള കഴിവുണ്ട്. നല്ല 2000 രൂപയ്ക്ക് ഇന്ത്യൻ മണി വരും അതിനൊരു കിലോന്, ചുരുങ്ങിയത് 1 കിലോയെങ്കിലും ഉപയോഗിക്കണം. പിന്നെ ഭക്ഷണം ശ്രദ്ധിക്കണം, വഴുതന കഴിക്കരുത്. ആണുങ്ങളാണെങ്കിൽ, കുട്ടികളില്ലാത്ത ആണുങ്ങൾ വഴുതന കഴിക്കരുത്, അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പാനീയങ്ങൾ കുടിക്കുന്നത് ഒഴിവാക്കണം. അങ്ങനെയൊക്കെ ആയാലും അൽഹംദുലില്ലാഹ്. ഇതിൻ്റെ കാരണം പറയാത്തതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റില്ല. സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയുള്ള ചികിത്സ എന്ന് ചോദിച്ചാൽ വ്യത്യസ്തമാണ് ചികിത്സ, വിഭിന്നങ്ങളായ ചികിത്സ ഉണ്ട്. കോമൺ എന്താണെന്ന് വെച്ചാൽ ഫാത്തിഹ വർദ്ധിപ്പിക്കുക, സൂറത്തുൽ ഫത്ഹ് ആണുങ്ങളും സൂറത്ത് മറിയം പെണ്ണുങ്ങളും ഓതുക, രണ്ടു കൂട്ടരും സൂറത്തുൽ അലക്ക് കൂടുതലായി ഓതുക. ഇങ്ങനെ ആകുമ്പോൾ ഖുർആനികമായ ഒരു പിന്നെ ആത്മീയ വഴിയിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കും. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് പറയാറുള്ളൊരു പിന്നെ ചികിത്സ ഉണ്ട്, കുട്ടികളില്ലാത്തവർ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം, അസ്തഗ്ഫിറുല്ലാഹ് കൂടുതൽ ചെല്ലണം എന്നുള്ളത്. അതിന് തീർച്ചയായും കഴമ്പുണ്ട്. ആ കാര്യം കൂടി ഞാൻ ആ വിഷയത്തിൽ നിർദ്ദേശിക്കുകയാണ്. സമയം വൈകിയതുകൊണ്ട് തൽക്കാലം പകുതി വഴിയിൽ ഞാൻ വിഷയം അവസാനിപ്പിക്കുകയാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾ ഈ സംരംഭം വിജയിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. കണ്ണൂർ ഇപ്പോൾ അൽഹംദുലില്ലാഹ് അടുത്ത കഴിഞ്ഞ മാസം 100ഓളം ശ്വാസമുട്ട് രോഗികൾക്ക് തിബ്ബുൻ നബവി പ്രകാരം പൂർണ്ണമായും ശിഫ കിട്ടുന്നൊരു ചികിത്സ സഹചാരി മെഡിസിറ്റിയിൽ ഞങ്ങൾ നടത്തി. 80ഓളം രോഗികൾ ഇപ്പോൾ അൽഹംദുലില്ലാഹ് പൂർണ്ണ ആശ്വാസത്തിലാണ്. ബാക്കി ഒരു 10-18ഓളം രോഗികൾ കൂടി സലാമത്താവാനുണ്ട്. ആകെ 2 മാസമായിട്ടില്ല ചികിത്സ തുടങ്ങിയിട്ട്. അപ്പോൾ നിങ്ങളിത് ഓർമ്മിക്കണം, ഈ സംരംഭത്തെ ഓർമ്മിക്കണം. പിന്നെ ഈ നമുക്ക് ഇനിയും പല രോഗങ്ങളും ഏറ്റെടുത്ത് ഇതുപോലെ പൂർണ്ണമായും ശിഫ കിട്ടുന്ന ചില ചികിത്സ കൊടുക്കണമെന്നുണ്ട്. 2 ലക്ഷ്യമാണ്. ഒന്ന് രോഗിക്ക് ആശ്വാസം, മറ്റൊന്ന് റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ ലോകത്തിന് അറിയിക്കുക. അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് പ്രാർത്ഥനയാണ്. നന്നായി പ്രാർത്ഥിക്കണം. ഈ സംവിധാനം വളരെ കുറേ ആലിമീങ്ങളാണ് ഇതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്, പണ്ഡിതന്മാരാണ് മുമ്പിൽ നിൽക്കുന്നത്. അവരൊക്കെ ഇപ്പോൾ കഴിഞ്ഞ 4-5 ലക്ഷം രൂപ ചിലവ് വന്ന് അവർ സ്വന്തമായിട്ടുള്ള ശമ്പളത്തിൽ നിന്നും അവർക്കറിയുന്ന സുഹൃത്തുക്കളിൽ നിന്നും സമാഹരിച്ചിട്ടാണ് അവർ ഈ ചികിത്സ ചെയ്തിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിലൂടെയാണ് ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ ആശ്വാസം ഉണ്ടായിരിക്കുന്നത്.
അപ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ ഇതുണ്ടാവണം. ഞങ്ങളോട് പൈസ തരണം എന്നല്ല പറയണം, നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ഈ ധർമ്മം വിജയിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം, ഈ സംവിധാനം ലോകത്ത് വളരണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നിങ്ങളിലും പ്രയാസമുള്ള രോഗികൾ, കാലങ്ങളായി ചികിത്സിച്ച് ഭേദമാവാത്ത രോഗികളൊക്കെ ഉണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഇവിടെ ഫ്രീ ആണ്, പകൽ നേരം മക്കയിൽ ഫ്രീ ആണ്. അത്രയും ദൂരം വരാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഫോൺ നമ്പറുണ്ട്, ഞാൻ വിളിച്ചെടുത്താൽ ഞാൻ ഫോണിൽ പറഞ്ഞുതരാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇല്ലെങ്കിൽ അവിടെ വരെ വന്നു കഴിഞ്ഞാലും ഞാൻ പറഞ്ഞുതരും. എനിക്ക് പ്രത്യേക ജോലിയൊന്നുമില്ലല്ലോ, റൂമിൽ ചുമ്മാ ഇരിക്കുകയല്ലേ. അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് പിന്നെ എന്ത് കാര്യങ്ങളും എൻ്റെ ഉദ്ദേശം ഇതാണ്, റസൂലുള്ളാഹിൻ്റെ സുന്നത്ത് ഹയാത്താക്കുക എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ്. അപ്പോൾ ആ നിലയിൽ നിങ്ങൾക്ക് എന്ത് സേവനം വേണമെങ്കിലും ഞാൻ ചെയ്തു തരും. അള്ളാഹു വിജയിപ്പിച്ചു തരട്ടെ. നാട്ടിലും നിങ്ങൾക്ക് പറയുന്ന ആളുകൾ, കാലങ്ങളായി രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ തീർച്ചയായും ചെയ്യും. അതിന് പാവപ്പെട്ട ആളാണ്, പൈസ ഒന്നും ഇല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്യും. ഞങ്ങളിലിപ്പം സാമ്പത്തിക ലാഭം ആഗ്രഹിച്ച് ചെയ്യുന്നത്, നമുക്ക് വേറെ ബിസിനസ് ഉള്ളതുകൊണ്ട് അതിലുകൊണ്ട് ജീവിച്ചു പോകുന്നതാണ്. ഇത് മരുന്നുണ്ടാക്കിയിട്ട് ജീവിക്കണ്ട, അള്ളാഹു അങ്ങനെ ഒരു വഴി തരാതിരിക്കട്ടെ. അല്ലാണ്ട് തന്നെ ജീവിക്കാനുള്ള നല്ല വഴി അള്ളാഹു തന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതിൻ്റെ ഭാഗമാവണം എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും ഇതിൻ്റെ ഭാഗമാവണം. നിങ്ങൾ ഒരു സംസ്കാരം, സുന്നത്തായ ഒരു സംസ്കാരത്തെ ഏറ്റെടുത്തിട്ട് വിജയിപ്പിക്കുന്ന ഒരു ധർമ്മത്തിൽ നിങ്ങൾക്ക് എങ്ങനെ കൂടാൻ പറ്റും, അങ്ങനെ ഇതിൻ്റെ ഭാഗമാവണം. അള്ളാഹു വിജയിപ്പിക്കട്ടെ. വളരെ സന്തോഷമുണ്ട് ഇസ്ലാം സെൻ്റർ ഇങ്ങനെ ഒരു പരിപാടിക്ക് എനിക്ക് അവസരം തന്നതിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ശിഫ പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇനി വേറെന്തോ പറയാനുണ്ടോ എന്നറിയില്ല. ഏത് വാക്സിൻ? ഇപ്പോൾ പുതിയ പഠനം വന്നല്ലോ, ഏറ്റവും ലേറ്റസ്റ്റ് പഠനം വന്നത് ആവശ്യമില്ല എന്ന് ഇന്ത്യയിൽ തന്നെ പഠനം വന്നല്ലോ. അത് ഗവൺമെൻറ് ഇനിയിപ്പോൾ അത് പ്രഖ്യാപിക്കും തോന്നുന്നു. വാക്സിൻ ആവശ്യമില്ല, അല്ലാണ്ട് എൻ്റെ ശരീരത്തിൽ പ്രതിരോധം ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഉമ്മയുടെ ശരീരത്തിൽ പ്രതിരോധം, അതിനുള്ള സംവിധാനം ഉണ്ട്. വിശദമായി പറയാൻ സമയമില്ല. തീർച്ചയായും ഞാൻ അതിന് സൗകര്യം ചെയ്തു തരും. 3 യൂണിവേഴ്സിറ്റികൾ നമ്മളുമായി ഇപ്പോൾ ടൈപ്പാണ്. ബിരുദമുള്ള മതപണ്ഡിതന്മാർക്കും +2 സയൻസ് കഴിഞ്ഞവർക്കും തിബ്ബുൻ നബവി പഠിക്കാനുള്ള സൗകര്യമുണ്ട്. +2 സയൻസ് കഴിഞ്ഞവരാണെങ്കിൽ BIMS, MBBS എന്ന് പറയുമ്പോൾ BIMS എന്ന രൂപത്തിൽ പഠിക്കാം. അതുപോലെ പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അണ്ണാമലൈ യൂണിവേഴ്സിറ്റി, കുറ്റാലം യൂണിവേഴ്സിറ്റി, മറ്റ് യൂണിവേഴ്സിറ്റികളിൽ PhD ലെവലിൽ ഇതിൻ്റെ സ്റ്റഡി ചെയ്യാം. അതായത് ബിരുദമുള്ള മതപണ്ഡിതന്മാർക്ക്. ഓപ്പൺ യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്. ഓപ്പൺ യൂണിവേഴ്സിറ്റി നമ്മൾ പിന്നെ ഇന്ത്യയിൽ വരുന്നുണ്ട്. തിബ്ബുൻ നബിയുടെ മാത്രം പഠിക്കാൻ സൗകര്യമുണ്ട്. ഇപ്പോൾ ജിദ്ദയിൽ പഠിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ, ജിദ്ദയിൽ ആലിമീങ്ങൾ ഒരുമിച്ച് വിടുമെങ്കിൽ തീർച്ചയായും ഞാൻ വരുന്ന സമയത്തൊക്കെ അത് പഠിപ്പിക്കുക, എനിക്ക് പ്രയാസമൊന്നുമില്ല. നമ്മളിത് വ്യാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ജിദ്ദയിലെ ഒരുപാട് രോഗികൾക്ക് ആശ്വാസമല്ലോ. നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ രോഗ ചികിത്സ പഠിച്ച് ഇവിടെ ഒരുപാട് ആശ്വാസമല്ലേ. അപ്പോൾ ആ നിലയിൽ ഇവിടുത്തെ ആലിമീങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ, അത് ഒരാളാണെങ്കിലും 2 ആളാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള സമയത്ത് അത് പഠിപ്പിക്കും. റസൂലുള്ളാഹിൻ്റെ സുന്നത്ത് ഹയാത്താക്കുക എന്നുള്ള നമ്മൾ ആവശ്യമല്ല. മെറ്റീരിയൽസ് മീൻ അതിൻ്റെ ബുക്സ് ഉണ്ട്. ഹദീസ് 40 ഹദീസാണ് ഒരു ദൗറ എന്ന് പറയുന്നത്. 40 ഹദീസാണ് ഒരു കോഴ്സ് എന്ന് പറയുന്നത്. 2 ഇയറാണ് അതിൻ്റെ ഡിപ്ലോമ പീരീഡ്. എൻ്റെ ഡിഗ്രി പീരീഡ് 5 ഇയറാണ്. പക്ഷേ ഇപ്പം നമ്മൾ പുതിയ പരിഷ്കരിച്ച സിലബസിൽ 3.5 വർഷം കൊണ്ട് പിന്നെ BSc സുവോളജി വിത്ത് DIMS അല്ലെങ്കിൽ BIMS 2 ബിരുദം നേടാം. ഒരേ സമയത്ത് 2 ബിരുദമുള്ളൊരു കോഴ്സ് നമ്മൾ പുതുതായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. BIMS വിത്ത് പിന്നെ BSc സുവോളജി. മെറ്റീരിയൽ അത് നമുക്ക് അതാലോചിക്കാവുന്നതാണ് തീർച്ചയായും. ടെക്സ്റ്റ് ബുക്കുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് പറയണം, അത് ഞാൻ പറയാം. കാൽമുട്ടിൻ്റെ വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈത്തപ്പഴം കഴിക്കുക, വെള്ളം നന്നായി കുടിക്കുക, പഴുത്ത പഴത്തിൻ്റെ തൊലി ചുരണ്ടി എടുത്ത് കഴിക്കുക, മുതിര പുഴുങ്ങി കഴിക്കുക. മുതിര പുഴുങ്ങി കഴിക്കുക. ഒന്നിടവിട്ട ദിവസങ്ങൾ മുതിര കഴിക്കുക. രാവിലെ നേന്ത്രപ്പഴം കഴിക്കുക, പഴുത്തത്. ഈത്തപ്പഴം കഴിക്കുക. മഞ്ഞൾ ചേർത്ത പശുവും പാലും. പിന്നെ കുഞ്ഞു മത്തിയുടെ മുള്ള് ചവച്ചരച്ചതിൻ്റെ നീര് മാത്രം ഇറക്കുക. 40 ദിവസത്തിനപ്പുറം നിങ്ങൾക്ക് ഈ രോഗം ഉണ്ടാവില്ല. 40 ദിവസമാണ് മാക്സിമം ടൈം. പിന്നെ വയറ് ഭാരം കൂടുതലാണെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്യാൻ്റെ. നോർമലിയാണ് ഞാൻ പറയണത്. 40 ദിവസത്തിനപ്പുറം മുട്ടുവേദന ഉണ്ടാവില്ല. തേയ്മാനം എന്ന് പറയാൻ പറ്റില്ല. അവിടെയുള്ള എന്താ പറയുക, ക്രീം, ആ ഒരു ജോയിൻറ്റിലുള്ള 2 സ്ഥലത്തുള്ള ഇതിൻ്റെ ആ ഒരു പേസ്റ്റ് അത് ഡ്രൈ ആയി പോകുന്നതാണ്. അതിൻ്റെ കാരണങ്ങളും കുറേയാണ്. ഒന്ന് ചൂടുള്ള ഭക്ഷണം, ഹെവി ഫുഡ്, പിന്നെ പെയിൻ കില്ലർ, പെനഡോൾ, അഡോൾ സ്ഥിരം കഴിക്കുന്നവരിൽ ഇത് ഡ്രൈ ആവും, ഉണങ്ങും. ശരീരത്തിൽ സംഭവിക്കുന്ന വരൾച്ചയാണ് പ്രധാന കാരണം. പിന്നെ വെള്ളം കൂടി കുറഞ്ഞു. 2.5 ലിറ്ററാണ് ഏറ്റവും ചുരുങ്ങിയ വെള്ളം. കൂടാനും പാടില്ല. വെള്ളം കൂടുന്നത് കിഡ്നിക്ക് ക്ഷീണം ഉണ്ടാക്കും. ഭക്ഷണം കഴിച്ച് വെള്ളം കുടിക്കലാണ് ബെറ്റർ. ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞ് കുടിക്കുന്നതാണ് നല്ലത്. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു 40 വയസ്സ് 50 വയസ്സൊക്കെ കഴിഞ്ഞാൽ കുടിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ചെറുപ്പക്കാർ കുടിക്കാണ്ടിരിക്കണല്ലേ. ബുദ്ധിമുട്ട് വന്നാൽ കുടിക്കാം. കുലു വഷ്റബു, തിന്നുക കുടിക്കുക എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട്. തിന്നിട്ട് കുടിക്കാന്ന്. അപ്പോൾ തിന്നിട്ട് ഏറ്റവും ബെറ്റർ ടൈം ഏതാ? ഏറ്റവും ബെറ്റർ ടൈം ഭക്ഷണം കഴിച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് അരമണിക്കൂർ മുമ്പ് കുടിക്കണം. 20 മിനിറ്റ് കഴിഞ്ഞ് അരമണിക്കൂറിന്, അപ്പോൾ ഒരു 20 മിനിറ്റും 10 ആ ഗ്യാപ്പിൽ കുടിക്കണം.
വേനൽക്കാലമായതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് കൂടുതൽ വെള്ളം കുടിക്കേണ്ടത്. വേനൽക്കാലമായതുകൊണ്ട്, ചൂട് കൂടുന്ന കാലമായതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് വെള്ളം കൂടുതൽ കഴിക്കണം. നാട്ടിൽ വിളിച്ചിട്ടും പറയണം. ചുട്ട ഭക്ഷണത്തിന് പ്രശ്നമൊന്നുമില്ല. അതെ പറഞ്ഞു. പോവാൻ നല്ലത് ഇതാണ്. ഒന്ന് മാങ്ങ കഴിക്കണം, അതുപോലെ ചുരങ്ങ കഴിക്കണം, ബാർലി കഴിക്കണം. എന്നാൽ തന്നെ ബാർലി നന്നായിട്ട് മൂത്രത്തെ പുറത്ത് കളയും. ഇല്ലില്ല, നാച്ചുറോപ്പതി എന്ന് പറയുന്നത് ഭാരതീയ സംസ്കാരത്തെ ജനങ്ങളിൽ കെട്ടിവെക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ചികിത്സാ രീതി മാത്രമാണ്. ഗാന്ധിയാണ് അതിൻ്റെ മെയിൻ പ്രചാരകൻ. പിന്നെ ലൂയി ക്യൂയി എന്ന് പറയുന്ന ഒരാളാണ് അതിൻ്റെ ഫാദർ ഓഫ് മെഡിസിൻ. തിബ് നബവിയായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. അല്ല, ഞാൻ പിന്നെ വേണേ വരാം, എനിക്ക് ഇപ്പോൾ സമയം, ഞാൻ പിന്നെ വരാം. അതെ, നമ്മൾ സമയം നമ്പർ തങ്ങളെടുത്തുണ്ട്. ഇൻഷാ അല്ലാഹ് ഒന്നും വിചാരിക്കരുത്. ഞാൻ 6 മണിക്കൂറും 10 മണിക്കൂറൊക്കെ നിന്ന് പറയും, എനിക്ക് പ്രയാസമില്ല. നമ്മൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം, ആ ലെവലിലേക്ക് വരും. ഏതായാലും സന്തോഷമുണ്ട്. പിന്നെ ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.